ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷനിൽ വെടിയുയർത്തുകൊണ്ട് ആത്മീയതയുടെ അതുവരെ കാണാത്ത ആൾരൂപമായി സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്ന അരുൺ ചന്ദ്. സ്വാമി ഹിമവൽ ഭദ്രാനന്ദ വിവാദങ്ങളെ ഒപ്പം കൂട്ടിയ തോക്കുസ്വാമി മനസ്സു തുറക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വച്ചുള്ള ചോദ്യം ചെയ്യലിനിടെ വെടിയുതിർത്തുകൊണ്ട് ആത്മീയതയുടെ അതുവരെ കാണാത്ത ആൾരൂപമായി സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്ന അരുൺ ചന്ദ്. സ്വാമി ഹിമവൽ ഭദ്രാനന്ദ വിവാദങ്ങളെ എന്നും ഒപ്പം കൂട്ടിയ തോക്കുസ്വാമി. കുമാരപുരത്തെ ആശ്രമത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ സ്വാമി ഭദ്രാനന്ദ സമസ്ത മേഖലയെക്കുറിച്ചുമുള്ള തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. 2008 മാധ്യമങ്ങളിൽ വെടിയുതിർത്ത് നിൽക്കുന്ന രൗദ്രഭാവത്തിൽ നിന്നും വേഷത്തിൽ നിന്നുമെല്ലാം മാറി ഒരു ന്യൂ ജനറേഷൻ ലുക്കിൽ ഹിമവൽ ഭദ്രാനന്ദ. പ്രാർത്ഥനാമുറിയിൽ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം സ്വാമി സംസാരിച്ചു തുടങ്ങി. ആത്മീയതയിലേക്ക് എത്തപ്പെട്ടതല്ല, തന്റെ ജീവിതത്തിലേക്ക് ആത്മീയത വന്നു ചേരുകയായിരുന്നുവെന്ന് ഭദ്രാനന്ദ. ഞാൻ ഈ രംഗത്തേക്ക് വേണ്ടി വന്നതല്ല. 7ാമത്തെ വയസ്സ് തൊട്ട് എന്നിലൊരു കുറച്ച് മാറ്റങ്ങൾ എൻ്റെ വീട്ടുകാർ തന്നെ ദർശിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ അമ്മ ഡോക്ടറാണ്. അപ്പോൾ അമ്മയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മോനൊരു അബ്നോർമൽ ക്യാരക്ടറായിരുന്നു കണ്ടത്. അതുപോലെ തന്നെ റിലേറ്റീവ്സ് പറഞ്ഞു ഇവന് മാനസികമായിട്ട് എന്തോ രോഗമാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നും എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഇത് പ്രത്യേകിച്ചൊരു രോഗലക്ഷണങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10ാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് എൻ്റെ മുത്തശ്ശൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സന്യാസിമാരുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ലൈഫിൽ ഒരുപാട് ചേഞ്ചസിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തോക്കെടുക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു പലരും. സന്യാസം എന്നത് ഒന്നിനോടും പ്രതികരിക്കാതെ തെറ്റുകളെ മൗനം കൊണ്ട് ഏറ്റുവാങ്ങുന്ന ഷണ്ടത്വമല്ലെന്ന് തോക്കുസ്വാമി തുറന്നടിച്ചു. ഞാൻ വിവാദത്തെ തേടി പോകുന്നതല്ല, വിവാദം ചില സമയങ്ങളിൽ തേടി വരുന്നതാണ്. എല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇന്നിവിടെ ഓരോ ഇഷ്യൂകളുണ്ട്. ആൾക്കാർ ഭയം കൊണ്ടും അതുപോലെ അങ്ങനെ പറഞ്ഞാൽ എന്ത് പറ്റും, ഇങ്ങനെ ചെയ്താൽ എന്ത് പറ്റും എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന സമയത്ത് എന്തോ എൻ്റെ ഉള്ളിൽ തോന്നും ഞാൻ റിയാക്ട് ചെയ്യും. അത് ചിലപ്പോൾ അത് വിവാദത്തിൽ എത്തിച്ചേരാറുണ്ട് എന്ന് കരുതി ഞാൻ വിവാദം ചെയ്യാൻ വേണ്ടി നടക്കണമെന്നുമല്ല. ഇപ്പം നമ്മളുടെ മുന്നിലൊരു കുഞ്ഞിനെ ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവിടെ മിണ്ടാണ്ടിരിക്കുകയല്ല, അവൻ മണ്ടയടിച്ചങ്ങ് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ പിന്നെ ഓം ശാന്തി എന്ന് പറഞ്ഞിരിക്കുന്നതിലൊന്നും ഞാനൊരു ഇത് കാണുന്നില്ല. എൻ്റെ ഭാഗത്ത് സത്യമുണ്ട്, ശരിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരിത്, അതായത് ഞാൻ എന്തിന് തോക്കെടുത്തു എന്നതുള്ള സത്യം, അതുപോലെ തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ വിവാദങ്ങളിലെത്തി എന്നുള്ള സത്യം ജനങ്ങളെ അറിയിക്കുന്ന ഒരു കാലം വരെ ഞാൻ കേരളത്തിലുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞു. ഇന്ന് ഏഷ്യാനെറ്റിലും മറ്റുള്ള ഇപ്പോൾ ഇതിൽ പറയുന്നു. അതുപോലെ മുമ്പ് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ മാധ്യമ പ്രവർത്തകർ വളരെ സത്യസന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിയിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നു. മാധ്യമ ധർമ്മം അവർ വളർത്തി. അപ്പോൾ എൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞു. ഇനി ഞാനിവിടെ പോവുകയാണ്. ഞാൻ തോറ്റിട്ടൊന്നുമില്ല ഒരിടത്തും. കേരളത്തിൽ ആത്മീയത കച്ചവടമാക്കുകയാണ്. ഈ കച്ചവടത്തിനൊപ്പം ചേരാത്തവരെ പൊതുസമൂഹം കള്ളസ്വാമി എന്ന് അധിക്ഷേപിക്കുന്നതിൽ അതിശയപ്പെടാനില്ലെന്നും കേരള സമൂഹത്തിൽ നടന്നുവരുന്ന സ്ത്രീകളോടും കുട്ടികളോടുമുള്ള ലൈംഗിക ചൂഷണങ്ങളെ ഒഴിവാക്കാൻ ഇവിടെ വ്യഭിചാരശാലകൾ തുറക്കണമെന്നും തുറന്നു പറയാൻ ഭദ്രാനന്ദ മടിച്ചില്ല. കേരളത്തിലെ അവസ്ഥ അറിയോ? കേരളത്തിലെ ആൾക്കാർക്ക് ഒരു ബിസിനസ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്സില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവർ കൂടുതൽ സയൻറ്റിസ്റ്റുകളും അങ്ങനത്തെ ഒരുപാട് അങ്ങനെ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു പബ്ലിസിറ്റിയുടെ ഒരു ലേബലുള്ള ഒരു സ്ഥലത്തേക്കല്ല അവർ പോകുന്നത്. എനിക്ക് പബ്ലിസിറ്റി ഇല്ല. എൻ്റെ ആശ്രമത്തിനെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ? ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? എൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയോ? ആർക്കും ഒന്നും അറിയില്ല. ഞാൻ ഒരു സാധനം ആത്മീയതയുടെ എന്നെ പറ്റി കള്ളസ്വാമി എന്ന് വിളിക്കാറുണ്ട് ഒരാൾ. ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് മോഷണമാണ് ചെയ്തത്? ഞാൻ നിങ്ങളെ വല്ലവരുടെ മോഷ്ടിച്ചോ? നിങ്ങളുടെ സഹോദരിമാരെയോ അമ്മമാരെയോ അല്ലെങ്കിൽ ഭാര്യയോ മറ്റാരെങ്കിലും വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഞാൻ ചീത്തയായ രീതിയിൽ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളസ്വാമി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ പോകുമ്പോഴും ഇത് തന്നെയാണ് ഞാൻ നേരിട്ടത്. ഇന്ന് ഇവിടെ കേരളത്തിൽ പെട്ടെന്ന് ഇവിടെ ആൾക്കാർ ഞാൻ ഇത്രേ ഉള്ളൂ, ജനങ്ങൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാണും. ഒരുപാട് നല്ല സ്വാമിമാർ കേരളത്തിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആത്മീയതയുടെ പേരിൽ ഒരു വളരെ സൈലൻ്റായിട്ട് മക്കളെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഡൊണേഷൻ വന്ന് കിട്ടും. എപ്പോഴും കോപിക്കപ്പെടുന്ന സന്യാസീനെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലെ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇഷ്ടപ്പെടില്ല. പക്ഷേ സോഫ്റ്റായിട്ടിരിക്കുമ്പം ദാനങ്ങൾ ഒരുപാട് കിട്ടും, ഡൊണേഷനായിട്ട് വരും. ഈ പൈസ കൊണ്ട് അവർ ഇന്ന് ഞാൻ പലവട്ടം പറഞ്ഞത് തന്നെ, എന്തിനാണ് നമ്മുടെ ഈ അമ്പലങ്ങളിൽ ഈ പൈസ എടുത്ത് പകുതിയെങ്കിലും എടുത്ത് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തൂടെ? ഈ ദേവസ്വം ബോർഡിലെ പൈസ
അതുപോലെ മുസ്ലിം പള്ളിയിലെയും ക്രിസ്ത്യൻ പള്ളിയിലെയും ഇതൊന്നും ഈ നബിക്കോ യേശു ക്രിസ്തുവിനോ ഇവിടുത്തെ രാമനോ ഒന്നും ഇത് പോണ പൈസയല്ല. ഈ പൈസ കിട്ടുന്നിടത്ത് ഇവർ പകുതി എടുത്ത് എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് കൊടുക്കാത്ത? ഇത് എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ആത്മീയതയുടെ പേര് പറഞ്ഞ് വാരി സമ്പാദിച്ച് കൂട്ടുന്നതല്ലാതെ ഒരു രീതിയിലും സേവനം ഇവിടെ ഇല്ല. സത്യം പറഞ്ഞു. ഗണേശഗീതങ്ങൾ എന്ന ഓഡിയോ സിഡിയിലൂടെ ഹിമവൽ ഭദ്രാനന്ദ വീണ്ടും ജനമനസ്സുകളിൽ ഇടം നേടുകയാണ്. സംഗീതം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാം ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത് തന്നെ. ഒരുപാട് അനവധി യോഗികളും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളും മെഡിക്കൽ വിങ്ങിൽ എല്ലാത്തിലും റിസർച്ച് ചെയ്തിട്ടുണ്ട് സംഗീതത്തിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി. അപ്പം ഒരു ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും നമ്മുടെ ചക്രങ്ങളെയും എല്ലാം നമ്മൾക്ക് സംഗീതത്തിലൂടെ സ്വാധീനിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ എല്ലാ ഏത് മേഖലയിലും, കലയിലാണെങ്കിലും ആധ്യാത്മികതയിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും ഗണപതിനെ വണങ്ങാതെ ഒരു പരിപാടിയും വിജയിക്കില്ല എന്ന് പണ്ട് തൊട്ടേ നമ്മൾ പുരാണങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഗണപതിയുടെ ഇതുകൊണ്ട് ആദ്യത്തെ ഒരു ഇത് തുടങ്ങി. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് ഇവിടുത്തെ ആരും സഹായിക്കാനില്ലാത്ത ആൾക്കാർക്ക്, അത് ക്യാൻസർ സെൻറ്റേഴ്സിന്, അതുപോലെ തന്നെ അശരണരായ ആൾക്കാർക്ക് അവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. കാരണം ഡൊണേഷൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് പിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് ഈ വിദ്യാഭ്യാസം, വ്യവസായം, ആത്മീയം. ഈ മൂന്നും ഒരുപോലെ ഗുരുദേവ ദർശനത്തിൽ കൊണ്ടുപോകുന്നെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. രചിച്ച OK രവിശങ്കർ ഈണം പകർന്ന ജയചന്ദ്രൻ, ശരത്, മധുബാലകൃഷ്ണൻ, രമ്യ നമ്പീശൻ, സുദീപ്, വിധു പ്രതാപ്, വൈക്കം വിജയലക്ഷ്മി, ജോസ് സാഗർ എന്നിവർ ആലപിച്ച ശ്രവണമധുര ഗാനങ്ങളാണ് ആൽബത്തിലുള്ളത്. ആരോഗ്യത്തിനും ആയുസ്സിനും ഉതകുന്ന ഭക്തി നിർഭരമായ സംഗീത വിസ്മയമെന്നാണ് സ്വാമി ഗണേശ ഗീതങ്ങളെ വിശേഷിപ്പിക്കുന്നത്. തോക്കുപ്രയോഗത്തിലൂടെയും VS-നെതിരെയുള്ള ക്ലോസറ്റ് പൂജയിലൂടെയും ഉമ്മൻചാണ്ടിക്ക് നേരെയുള്ള ഗോമൂത്രാഭിഷേകത്തിലൂടെയും മാധ്യമങ്ങളിൽ വിവാദ പുരുഷനായ ഹിമവൽ ഭദ്രാനന്ദ വിവാദങ്ങൾക്ക് വിട നൽകാതെ തന്നെ ജീവിതത്തിന്റെ പുതിയ പാതകളിലേക്ക് ചുവടുറപ്പിക്കുന്നു ഗണേശ ഗീതത്തിലൂടെ.